സന്ദീപ് വാര്യർക്ക് ഭീഷണി. SP-ക്ക് പരാതി നൽകി സന്ദീപ് വാര്യർ. കയ്യിൽ കിട്ടിയാൽ വേറെ രീതിയിൽ കാണുമെന്നാണ് വാട്സാപ്പിൽ വന്ന ഭീഷണി സന്ദേശം. ദീപേ, നീ കണ്ടട ബംഗാൾ നടക്കുന്ന എന്തെന്നുള്ളത്? ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് നീ കണ്ട സന്ദീപേ? നീ പണത്തിന് വേണ്ടിട്ട് നീ ഉറ്റി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലേ, അത് നിർത്ത്. ഓക്കെ, നീ മുറിയനാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, പക്ഷെ ഹിന്ദുക്കളോട് കാണിക്കുന്ന ബംഗാളിലെ ഇതെന്ത് നീ പറയാത്തത്? ധൈര്യമുണ്ടെങ്കിൽ പറയ. നീ ബംഗ്ലാദേശിലെ ബംഗാൾ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നീ അത് നീ ഇട്ട് തന്നല്ലേ നിനക്ക് ഇല്ലേ? പക്ഷെ അത് നോക്ക്, നീ മുറിയനാണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, നീ അവർക്ക് വേണ്ടി വീട് പണി എടുത്തോ, നീ എന്ത് പണി എടുത്തോ, നീ മുറിയനാണെന്നുള്ളത് മനസ്സിലായി. പാണക്കാടോ ഇപ്പൊ നീ കട്ട് ചെയ്ത ഇതാ നീ കാണിക്കുന്നത്. അതില് രോഷമുണ്ട്, പക്ഷെ നിന്നെ കയ്യിൽ കിട്ടി കഴിഞ്ഞാലല്ലേ അത് വേറെ രീതിയിൽ കാണും. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ആ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ് അത് കൃത്യമായ ഒരു ഭീഷണി തന്നെയാണ് എന്നുള്ളത്. ഇത് ആരിൽ നിന്നാണ് ഈ ഒരു ഭീഷണി വന്നിരിക്കുന്നത്? പരാതി ഏത് രീതിയിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ നൽകിയിരിക്കുന്നത്? സന്ദീപ് വാര്യർ പാലക്കാട് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകി കഴിഞ്ഞു. വിദേശത്തു നിന്നാണ് സന്ദീപ് വാര്യരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അഖിലേഷ് എന്നാണ് പേര് എന്ന് സന്ദീപ് വാര്യർ പരാതിയിൽ പറയുന്നു. ഇയാളുടെ ഫോൺ സന്ദേശം ഉൾപ്പെടെ ഈ പരാതിയിൽ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം BJP-ക്കെതിരെ ഏറ്റവും രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും എല്ലാം ചെയ്തു വന്നിരുന്നത് സന്ദീപ് വാര്യരാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ശരി, പ്രസാദ് ഉടുമ്പിശ്ശേരി. കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർക്കാണ് ഇപ്പോൾ ഭീഷണി വന്നിരിക്കുന്നത്. ഇതിൽ സംഭവത്തിൽ പാലക്കാട് SP-ക്ക് സന്ദീപ് വാര്യർ പരാതിയും നൽകിയിട്ടുണ്ട്.